കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിനെ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. ആനപ്പേടിയിലും ക്നാച്ചേരിയിൽ എൽദോസ് പണി കഴിപ്പിച്ച വീട്ടിൽ അച്ഛനും അമ്മയും തനിച്ചാണ്. അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയത്. രാത്രി ഉരുളൻതണ്ണിയിൽ KSRTC ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി പോകും വഴിയാണ് എൽദോസിന് നേരെ ആനയുടെ ആക്രമണമുണ്ടാകുന്നത്. ആക്രമണത്തിൽ എൽദോസിന്റെ ശരീരം ഛിന്ന ഭിന്നമായിരുന്നു. തിരിച്ചുവരില്ലെന്നറിഞ്ഞിട്ടും ക്നാച്ചേരിയിലെ വീടിന്റെ വരാന്തയിൽ മകനായി 2 മനുഷ്യർ ഇന്നും കാത്തിരിപ്പുണ്ട്. എൽദോസിന്റെ അച്ഛനും അമ്മയും. ആനപ്പേടിയിലും മകന്റെ അധ്വാനത്തിൽ പണിത വീട് വിട്ടുപോകാതെ അവരങ്ങനെ അവിടം ജീവിക്കുന്നു. ആശ്രയം വന്നു, അത് ഉടനെ തന്നെ ദൈവമുണ്ട്. മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഉറക്കമില്ല. അതിൻ്റെ കാര്യത്തെ പറ്റി ചിന്തകളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് കളക്ടർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ളൂ. പണം 5 ലക്ഷം തന്നാണ്, അത് ഞങ്ങളുടെ ബാഗിലേക്ക്. ഈ പെൻഷനും കിട്ടണോണ്ട് അരിമെടുത്തൊക്കെ പണം ആള് പോയില്ല. ഈ തള്ളക്ക് സുഖമില്ല, ഒന്നവനെ ഞങ്ങൾക്ക് ഇട്ടേച്ച് പോകാനും പറ്റില്ല. ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടപ്പോൾ വീടിന്റെ ആ ഇരുട്ടിൽ പരിഭവവും പരാതിയും ഉള്ളിലൊതുക്കി മകന്റെ ഓർമ്മയിൽ അവരങ്ങനെ ജീവിതം തള്ളി നീക്കുന്നു. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൊല്ലപ്പെട്ട എൽദോസ്. ആനപ്പേടിയിലും ഈ വീട് വിട്ടിറങ്ങാതെ ഈ അച്ഛനും അമ്മയും ഇവിടെ തന്നെ തുടരുന്നതും എൽദോസിന് വേണ്ടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, റിപ്പോർട്ടർ കൊച്ചി.